Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്നോവേറ്റീവ് സോഴ്സിലെ നെക്സ്റ്റ് മെത്തേഡാണ് ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹൈബ്രിഡ് ഫിനാൻസിങ്? ഇറ്റ് ഇൻവോൾവ്സ് എ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ലീസ് ഫിനാൻസിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹൈബ്രിഡ് ഫിനാൻസിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഫോമിനെയാണ് ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. These enable companies to leverage the benefits of both options. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫിനാൻസിങ് നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം രണ്ടിന്റെയും ഗുണങ്ങൾ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. Thus, hybrid financing simply refers to raising finance through issuing hybrid financial instruments. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഹൈബ്രിഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. These instruments have some features of equity and the features of debt. അതായത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിന്റെയും ഇക്വിറ്റിയുടെയും ചില ഫീച്ചേഴ്സ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്നായിട്ട് നമുക്ക് ഈ ഹൈബ്രിഡ് ഫിനാൻസിൽ ലഭ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ്, എത്ര തരത്തിലുണ്ട് ഹൈബ്രിഡ് ഫിനാൻസിങ് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ളത്. ഒന്ന് കൺവേർട്ടബിൾ ബോണ്ട് ഉണ്ട്, പ്രിഫേർഡ് സ്റ്റോക്ക് ഉണ്ട്, വാറണ്ടുകൾ ഉണ്ട്. എന്താണ് ഈ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഡെറ്റ് സെക്യൂരിറ്റീസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കമ്പനീസ് ഇക്വിറ്റി അറ്റ് എ ലേറ്റർ ഡേറ്റ്. They offer regular interest payments and the potential for capital appreciation if the company's stock performs well. കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെപ്റ്റ് സെക്യൂരിറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൈവശം വെക്കുന്ന അല്ലെങ്കിൽ ഇത് കമ്പനി ഇഷ്യൂ ചെയ്യും, അത് ആളുകൾ വാങ്ങും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ കയ്യിലുള്ള ബോണ്ടിനെ നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കാരണം ബോണ്ടായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ അത് ക്യാപിറ്റൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്, അതിൻ്റെ ഷെയർ പ്രൈസ് ഒക്കെ കൂടി പോവുകയാണ്, അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു സമയത്ത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റുമാണ്, അതേസമയം ഇക്വിറ്റിയുടെ ഗുണങ്ങളും അതിൽ കിട്ടുക എന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ